പലപ്പോഴും ഞാൻ ഡ്യൂട്ടി എടുക്കുമ്പോൾ നൈറ്റ് ഡ്യൂട്ടീസിൽ കുഞ്ഞുങ്ങൾ കരഞ്ഞിട്ട് കാഷ്വാലിറ്റി കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ കരഞ്ഞ കുഞ്ഞുങ്ങൾ വളരെ കൂടുതലായിട്ട് കരഞ്ഞിട്ടായിരിക്കും വരുന്നത്. അതിന് നമ്മൾ എക്സസീവ് ക്രൈ എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ എടുത്താലും അല്ലെങ്കിൽ ഫീഡ് ചെയ്താലും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല, അല്ലെങ്കിൽ കയ്യിലെടുത്താലും നിൽക്കുന്നില്ല, ഫീഡ് ചെയ്താലും നിൽക്കുന്നില്ല. ഏകദേശം 20 മിനിറ്റ്, അരമണിക്കൂർ, 1 മണിക്കൂറൊക്കെ കരഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന കുട്ടികളെ, എക്സസീവ് ക്രൈ ഉള്ള കുട്ടികളെ തീർച്ചയായും കാഷ്വാലിറ്റിയിൽ അല്ലെങ്കിൽ എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങളെ ഡോക്ടറെ കാണിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലപ്പോഴും ഈ കരച്ചിൽ വേദന കാരണമാണ്. അപ്പോൾ ഈ വേദന ഉണ്ടാകുന്നത് ചെവിയിൽ ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ടാകാം. ചെവിയിൽ ഇൻഫെക്ഷൻ വളരെ കൂടുതൽ വേദന ഉണ്ടാക്കാം. ചിലപ്പോൾ എവിടെയെങ്കിലും എല്ലൊടിവ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പം ബ്രെയിനിൻ്റെ ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ കുടലിൻ്റെ അസുഖമായിരിക്കാം. കുടലിന് അസുഖം ഉണ്ടെങ്കിലും വളരെ കൂടുതലായിട്ട് വേദന ഉണ്ടാവും. ഇത് അമിതമായി കരയുന്ന കുട്ടികളിലെ നമ്മൾ കാരണം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൽ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇൻഫെക്ഷന് വേണ്ടി നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ കഴിയും. അതുകൂടാതെ കുഞ്ഞിന് ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഓട്ടോസ്കോപ്പ്, ഒരു സ്പെഷ്യൽ ട്യൂബാണ്, അത് വെച്ചിട്ട് ചെവിയിലൂടെ നോക്കുമ്പോൾ ചെവിയിലെ പാട ചുമന്നിരിക്കുകയാണോ അത് നോക്കിയിട്ട് അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്താൽ ചെവിയിൽ ഇൻഫെക്ഷൻ മാറാമെന്നായിരിക്കും. അപ്പോൾ ഇയർ ഇൻഫെക്ഷൻസിന് ആൻറ്റിബയോട്ടിക് കൊടുത്താലും, അല്ലെങ്കിൽ ഉള്ളിലുള്ള വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് കൊടുത്ത് ശരിയാക്കാൻ പറ്റും. കുടലിന് അസുഖം ഉണ്ടെങ്കിൽ കുട്ടികളുടെ സർജനെ വിളിച്ച് കാണിക്കേണ്ടി വരും. കൂടാതെ വേറെ എന്തെങ്കിലും എല്ല് പൊട്ടൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോപീഡിക് ഡോക്ടറിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇൻ ജനറൽ അമിതമായി കരച്ചിലുള്ള കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്.